സാധാരണ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ശൈലിയല്ലേ ഫസ്റ്റത്തെ തന്നെ നമ്മൾ ഇൻട്രോ വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെയും അതേപോലെ തന്നെ പോയിട്ട് അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷവും, ആഗ്രഹങ്ങൾ പറയാൻ പറ്റൂല, കുറേ നാളിങ്ങനെ വിചാരിച്ചുകൊണ്ടെന്ന കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായി. എങ്ങനെ തുടങ്ങും, ഏത് രീതിയിൽ തുടങ്ങണം എന്നില്ല ഒരു കൺഫ്യൂഷനിലെല്ലാം ഉണ്ടായി. അങ്ങനെ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് അവസാനം ഞാനും തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ. ഇങ്ങനെയാണ് തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രോ ഇടണമെന്നാണ് അതിൻ്റെ ഒരു രീതി. അല്ല, എല്ലാവരും യൂട്യൂബ് ചാനലിൽ ഫസ്റ്റത്തെ ഒരു ഇൻട്രോ ആയിരിക്കും ഇടല്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇൻട്രോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇനി തൊട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാനും ഉണ്ടാവും യൂട്യൂബിൽ. ഇതിന് പിന്നെ പരിമിതി ഇല്ലല്ലോ. ഇതിന് പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ വള സംസാരിച്ച് ഇങ്ങനെ പോകാമല്ലോ. നല്ല മടിയുണ്ടായി തുടങ്ങാൻ വേണ്ടിയിട്ട്. കുറേ നാളായിട്ട് ശേഷം ഒരു വർഷങ്ങളായിട്ടുണ്ടാവും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടാകുമ്പോൾ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളിത് പൂർണ്ണതയിലെത്തുന്നുണ്ടായിട്ടില്ല. എല്ലാവരും പറയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നെല്ലാം പറയും. പക്ഷേ എങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, കുറേ നാളായിട്ട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു തുടങ്ങണം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. പക്ഷേ എങ്കിൽ എങ്ങനെയും അതൊന്ന് തുടങ്ങി കിട്ടുന്നുണ്ടായിട്ടില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ, അല്ലെങ്കിൽ പിന്നെ മടി. മെയിൻ പ്രശ്നം മടിയാണ്. തുടങ്ങാനുള്ള മടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മടിയിലേക്ക് കൂടി പോയി അവസാനം മടി മാറ്റി വെച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഞാൻ കീഞ്ഞു. അപ്പോൾ ഇനി തൊട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ആരും നിർബന്ധിക്കുന്നില്ല. താല്പര്യം ഇല്ലവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നിച്ച് കൂടുക, ഇല്ലാത്തവരെ ഒഴിവാക്കി വിട്ടു, അത്രയോ ഇല്ലു. ഇങ്ങനൊരു സംഭവമെല്ലാം തുടങ്ങുമെന്ന് പറയാൻ വേണ്ടി എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേങ്കിൽ ഇതൊന്നും ഇങ്ങനെ തുടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയാണ്. അവസാനം രണ്ടും കളിപ്പിച്ച് ഞാൻ തുടങ്ങിയിട്ടുണ്ടാവും. ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം നമുക്ക്. ഇനി സ്പെക്സ് ഇട്ടത് അഹങ്കാരം കൊണ്ട് ഇട്ടാന്നൊന്നും ആരും വിചാരിക്കണ്ട. പക്ഷെ പുറത്ത് നല്ല ചൂടാണ്, കണ്ടാ, നല്ല വെയിലായിപ്പോൾ ഇവിടെ. അപ്പോൾ ഈ സ്പെക്സ് ഒന്നും ഇടാണ്ട് പുറത്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പം ബാക്കി വഴിയെ നമുക്ക് കാണാം. അമ്മാതിരി ചൂടാണ് ഇവിടെ. ചൂടും വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാണെങ്കിൽ അതിൻ്റെ അപ്പുറം. ഗ്ലാസ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഉള്ളിൽ കാണൂല്ലോ ഒന്നും. എന്താ പുറം ലോകത്ത് നടക്കുക. ഞാൻ ഒരു ജീവിതമല്ലല്ലോ. ഈ ഒരു വൈബുകളും എല്ലാ വൈബുകളും നമ്മൾ ആസ്വദിക്കണമല്ലോ. എല്ലാ വൈബും നമുക്ക് അറിയണ്ടേ അല്ലേ? ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മുന്നിലുണ്ടായ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇതിനൊരു പേര് കണ്ടുപിടിക്കൽ. ഈ പേരിന് വേണ്ടിയിട്ട് ഞാൻ തപ്പി ആളെ കൊണ്ട് തപ്പിച്ചു, ഞാൻ തപ്പി. അവസാനം ഇന്നലെ രാത്രിയാണ് ഞാനൊരു പേര് ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയത്. ഈ ഒരു പേര് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒന്നിച്ച് ഒരാളുണ്ടായിനി. അപ്പം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അങ്ങനെ നീണ്ട ഒരു തിരച്ചിലിന് അവസാനമാണ് ഈ ഫ്രെയിംസ് ഓഫ് ഷാ എന്നുള്ള ഒരു പേരിലേക്ക് എത്തിച്ചേർന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നു ആ ഒരു പേരിലേക്ക്. അതിൻ്റെ ഒരു കാര്യമല്ല പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് എങ്ങനെയെങ്കിലും പറയാം. ആ ഒരു സമയത്ത് ഇങ്ങനെ എല്ലാവരും അറിയും. കൂടുതൽ ദീർഘിപ്പിച്ചിട്ട് ചടപ്പാക്കണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ. അപ്പോൾ താല്പര്യമില്ലവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അടിച്ചിട്ടാകുമ്പോൾ ഒന്നിച്ച് കൂടിക്കോ. ബാക്കി എന്നാൽ നമുക്ക് പയ്യെ കാണാം.